എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും നല്ല സിമ്പിളായിട്ടുള്ള 2 റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് അക്ഷയ കൂടെ നിന്ന് വർത്താനം പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ താഴെയുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരിയൊക്കെ എടുത്തൊന്ന് വെള്ളത്തിലിടുകയാണ് കേട്ടോ. പിന്നെ റൗലി ഉണ്ട്, നമ്മുടെ സോണ്ടും ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. നമ്മൾ റൗലി എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഉറക്കമുള്ള പാർട്ടിയാണ് കേട്ടോ. അവൾക്ക് ഏത് നേരവും ഇങ്ങനെ ഉറങ്ങുകയാണ് പണി. പിന്നെ നമ്മുടെ സോണ്ടും ഉണ്ട് അവിടെ, അവളും ഇതുപോലെ ഉറങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോണ്ട് കുട്ടി കേട്ടോ. അങ്ങനെ ഞാനും അവളുടെ കാണിക്കലും നമ്മുടെ പൂച്ചക്കുട്ടികളുടെ കാണിക്കലൊക്കെ കണ്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പോഴാണ് റൗലിക്കുട്ടി വന്ന് നമ്മുടെ കാലിൻ്റെ അടി വന്ന് ഇങ്ങനെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചാണ്. ഫുൾ ടൈം ഉറക്കമാണ് കേട്ടോ. 30 ഭക്ഷണവും കൂടെ വേണ്ട അവൾക്ക്. ഉറക്കമാണ് അവളുടെ മെയിൻ പരിപാടി. അങ്ങനെ ഞാൻ നമ്മുടെ അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ടേസ്റ്റ് ഭയങ്കരമാണ്. നമുക്കിത് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കാം, ഇല്ലെന്നെങ്കിൽ സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരണേ ഉണ്ടാക്കുക. രണ്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് നീളത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി നൈസായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. വളരെ വളരെ സിമ്പിളാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വിസിൽ അടുപ്പിച്ചാൽ തന്നെ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് തിരക്കുള്ള സമയത്തും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. വളരെ ഈസി പറഞ്ഞാൽ അത്ര ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 കപ്പൽ മുളക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുന്നത് ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കാശ്മീരി മുളക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ഇല്ലാത്ത കാരണം ഈ മുളക് എടുക്കുന്നത്. ഈ മുളകിന് കുറച്ച് എരിവൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യമേ പറയുകയാണ്. എരിവ് പറ്റാത്തവർക്കും കളറ് നല്ലോണം വേണമെന്നുള്ളവർക്കൊക്കെ നമ്മുടെ കാശ്മീരി മുളക് എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. ടേസ്റ്റ് ഭയങ്കരമാണ് കേട്ടോ. ഈ റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മൾ വെളിച്ചെണ്ണയല്ല, നമ്മൾ റിഫൈൻഡ് ഓയിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം 3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് നല്ലപോലെ പൊട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളി ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്ന് വേർപെടുത്തിയെടുത്തതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സമയം വേണ്ടത് ഈ ഒരു കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാൻ മാത്രമാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറയുന്നത് നമുക്ക് ഈ സമയം മാനേജ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഈ വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സമയം അങ്ങനെ വേസ്റ്റായി പോകില്ല. അപ്പോൾ ഇതൊരുവിധം വഴണ്ടി വന്ന സമയത്ത് ഞാൻ ഒരു 2 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുളകിൻ്റെ പേസ്റ്റിൽ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ പിരിഞ്ഞ് വരണം കേട്ടോ. ഇത് ചേർത്ത ഉടനെ തന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ കിടന്നിട്ട് വേണം നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ. മാക്സിമം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കാശ്മീരി മുളക് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ നല്ല കളറും ഉണ്ടാകും, എരിവും അധികം ഉണ്ടാവില്ല. നമ്മുടെ ഈ എരിവുള്ള മുളകാകുമ്പോൾ എന്താ പറയുക, ആവശ്യത്തിന് ഒരു 3-4 എടുത്താൽ മതി. ഇല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ നന്നായിട്ട് എണ്ണ പിരിഞ്ഞ് വന്നതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തക്കാളിയുടെ അളവ് ഒരെണ്ണം മാത്രം മതിയാകും കേട്ടോ. ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. അതുകൂടെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ്
നല്ലപോലെ തന്നെ എല്ലാം കൂടെ സെറ്റായി വന്നതിലേക്ക് ഒരു കൈപ്പിടി മല്ലിത്തല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്താ പറയുക, കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാൻ വെക്കണം. നമ്മൾ അരി എത്ര എടുക്കണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗ്ലാസ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയം നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൈസ് ചെയ്യുന്നത് പോലെ തന്നെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ അധികം പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വലിയ നാരങ്ങ ഒരു ചെറിയൊരു മുറി നാരങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളച്ച് വന്നതിലേക്ക് നമ്മുടെ അരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കുന്ന റൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പൂർ കുസ്കയാണ് കേട്ടോ. അതായത് നമ്മുടെ തമിഴ്നാട് സ്പെഷ്യൽ ആമ്പൂർ ബിരിയാണി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ വെജിറ്റേറിയൻ. നമ്മൾ ഇതിലങ്ങനെ ചിക്കൻ ചേർത്ത് റെഡിയാക്കുകയാണെങ്കിൽ അത് ആമ്പൂർ ചിക്കൻ ബിരിയാണി. ഇതിപ്പോൾ ചിക്കനൊന്നും ഇല്ലാണ്ട് വെറും റൈസ് മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാലും പോരാ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുളകിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് കുക്കറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുത്തിട്ട് അടച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. സത്യം പറഞ്ഞാൽ കുക്കറിൽ ചെയ്യുന്ന റൈസ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ നെയ്ച്ചോറ് വെക്കുകയാണെങ്കിലും കുക്കറിൽ അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വഴറ്റി വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് അരിയെല്ലാം ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിനെ അപേക്ഷിച്ച് 1-2 വിസിലൊക്കെ ചിലർക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ശരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു നോൺ വെജ് കഴിക്കുന്ന ആ ഫീല് ഉണ്ടാവും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മേലെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിൻ്റെ സമയത്ത് നമ്മളിതൊന്ന് ദം ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം മുളകിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പിന്നെ അതവിടെ ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ മഷ്റൂം എന്താ പറയുക ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇത് അതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മഷ്റൂമിൻ്റെ ഐറ്റം. ഇത് രാവിലെ നേരം നമുക്ക് തലേ ദിവസം ഇതുപോലെ ഇത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം രാവിലെ കട്ട് ചെയ്തിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ക്ലീൻ ചെയ്യുന്നത് തലേ ദിവസം ചെയ്താൽ മാത്രമേ രാവിലെ നമുക്ക് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും, ലഞ്ച് ബോക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിലേക്ക് ഞാൻ 1.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ കുഞ്ഞു സ്പൂണ് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കവറിലായ കാരണം വീഴുന്നില്ല, അതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുതിന കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ മഷ്റൂം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ നമുക്കൊരു കഷ്ടമായിട്ടുള്ളൂ. ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ ഈസിയാണ് കേട്ടോ. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റുമാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു കോംബോ പറയുമ്പോൾ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ മഷ്റൂം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. നമ്മൾ റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മഷ്റൂം തന്നെ വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നത് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തീ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമ്മുടെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട്
ഈ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ചെറിയ തീയിലിടണം. നല്ല തീയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അതൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അതവിടെ ഡ്രൈ ആയി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് 20 മിനിറ്റ് ദമ്മായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ. ഓവർ മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ടേസ്റ്റിന് കുറവുണ്ടാകുമെന്ന് വിചാരിക്കരുത്. പക്ഷേ നമ്മുടെ ഈ കപ്പലമുളകൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാശ്മീരി മുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് നല്ല ചുവന്ന കളറിലിരിക്കും. ഇത് നമ്മൾ സാധാരണ എരിവുള്ള മുളക് ചേർത്ത കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ റൈസിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിനി അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക്, അതായത് നമ്മുടെ മഷ്റൂമിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിത്തല ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. റെഡി ആയിട്ടുണ്ട് നമ്മുടെ. അതുപോലെ ചിക്കൻ മസാല അതൊന്നും ആവശ്യമില്ല. നമ്മൾ വേണ്ട മസാല എല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ മഷ്റൂം വേവിച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ രണ്ട് കോംബോ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനത് പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ട് നമ്മുടെ ആമ്പൂർ കുസ്ക നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് തൈര് കൊണ്ടുള്ള സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് സാലഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉള്ളി മുറിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റായിട്ട് ഉണ്ടാകുക. ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കോമ്പിനേഷനും. പക്ഷേ കുട്ടികൾക്ക് സാലഡ് വേണം പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മുട്ട കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ആമ്പൂർ സ്റ്റൈലുള്ള കുസ്കയും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മഷ്റൂമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മഷ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നേരം ഉണ്ടാക്കാൻ ഭയങ്കര ഇതാണ്. എരിവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ നല്ല പോലെ തന്നെ കഴിക്കും കേട്ടോ. ചില കുട്ടികൾ ഗ്രേവിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായി തന്നെ അവർ കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വല്ലാണ്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഭക്ഷണം കഴിക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കുസ്കയായിരുന്നു. അതുപോലെ മഷ്റൂം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്